ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. നിനക്കിനി ആവുന്നത് ഇന്നത്തെ ഈ രാത്രി. ഇന്നത്തെ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ഒരിക്കലും തിരിച്ചു വരവില്ലാത്തയാണ്. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാവില്ല. രാത്രിയുടെ 17ാമത്തെ കാറ്റ്. പി പത്മരാജന്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം. അവിശ്വസനീയമായ അനേകം കഴിവുകളുള്ള അത്ഭുത പ്രതിഭാസങ്ങളാണത്രേ ഗന്ധർവന്മാർ. അത്തരം ഒരു അപൂർവ ഗന്ധർവ സാന്നിധ്യമായിരുന്നു പി പത്മരാജൻ എന്ന പ്രതിഭാധനൻ്റേത്. 46 വർഷം മാത്രം ഈ ഭൂമിയിൽ നീണ്ടുനിന്ന ഒരു ജീവിതം. അതിനിടയിൽ സർഗവൈഭവത്തിൻ്റെ സൂര്യ തേജസ്സായി അദ്ദേഹം ജ്വലിച്ചു പടർന്ന മേഖലകൾ ഒട്ടനവധി. 200ഓളം കഥകൾ, 12 നോവലുകൾ, 36 തിരക്കഥകൾ, കൂടാതെ 18 സിനിമകളുടെ സംവിധാനവും നിർവഹിച്ചു. തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റാൻ കഴിഞ്ഞ സർഗാത്മക പ്രഭാവം. അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കനിഞ്ഞു കിട്ടിയ കലാകാരൻ. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. ഞാൻ ഗന്ധർവൻ. പേരും പെരുമയുമുള്ള സാഹിത്യകാരനായി അറിയപ്പെടാനായിരുന്നു പത്മരാജൻ എന്നും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ചെയ്ത സിനിമകളായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ പ്രസിദ്ധനാക്കിയതും അനശ്വരനാക്കിയതും. കേവലം 16 വർഷം മാത്രമേ പത്മരാജൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ അദ്ദേഹം മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു പിടി നല്ല ചിത്രങ്ങളുടെ സ്രഷ്ടാവായി. ഇത് അമ്മിണിയമ്മ അയലോക്കത്തെയാ. അപ്പൂനെ കൊണ്ടുള്ള വിഷമം ഞാൻ അറിയാതിരുന്നത് അമ്മിണിയമ്മ ഉള്ളതുകൊണ്ടാ. അതുകൊണ്ട് തന്നെയാ. ഓ, അങ്ങനെയൊന്നുമില്ല. എന്നാ യാത്ര ചോദിക്കണില്ല. 1975 ഭരതന്റെ പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ചുകൊണ്ടാണ് പത്മരാജൻ ചലച്ചിത്ര ലോകത്തെ തന്റെ പ്രയാണം ആരംഭിച്ചത്. അച്ഛാ, അച്ഛൻ ചെറിയമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടല്ലേ പോയത്? അതെ. എന്നിട്ട് എവിടെ? തിരക്കഥയാണ് സിനിമയുടെ ബ്ലൂ പ്രിന്റ് എന്ന വലിയ സത്യം മലയാളിയെ പഠിപ്പിച്ചതിൽ പത്മരാജന് വലിയൊരു പങ്കുണ്ട്. ആളെങ്ങോട്ട് മനസ്സിലായത് വരുന്ന ധാരണയില്ലായിരുന്നേ. സംവിധായകരായ ഭരതനും IV ശശിക്കും വേണ്ടിയായിരുന്നു ആദ്യകാലത്ത് പത്മരാജൻ കൂടുതൽ തിരക്കഥകൾ രചിച്ചത്. പ്രയാണം കൂടാതെ രതിനിർവേദം, തകര, ലോറി, ഒഴിവുകാലം എന്നിങ്ങനെ 4 തിരക്കഥകൾ കൂടി ഭരതന് വേണ്ടി അദ്ദേഹം എഴുതി. ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ട് അന്ന് മലയാള സിനിമയിൽ വമ്പൻ ഹിറ്റുകളുടെ സമവാക്യമായി. വന്നിരിക്കുന്ന ഇളിച്ചോണ്ട് 3 ദിവസം കൈയൊതുങ്ങി കിട്ടിയിട്ട് അവൻ വള്ളത്തെ കയറ്റി ഊന്നി ഇക്കര കൊണ്ടുവന്നിരിക്കുന്നു. ആശാജി അപ്പൊ മുമ്പിന്ന് ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ സാക്ഷാത്കൃതമായ സിനിമകളിൽ മിക്കതിലും അഭിനയ സാന്നിധ്യമായിരുന്ന പ്രതിഭാശാലിയായിരുന്നു നെടുമുടി വേണു. എടാ മണ്ടൻ തകരെ, അവള് നിന്റെ കൂടെ തെരെ ചാടി വീണപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കി പെരുമാറിക്കൂടായിരുന്നോ? അതിന് തെരെ പിടിച്ചിട്ടപ്പോ സുഭാഷിനി എന്നെ വഴക്കു പറഞ്ഞല്ലോ. എടാ പൂളെ, അത് അങ്ങനെ. ഇതൊക്കെ തന്റെ ശുഭലക്ഷണമാ. ഇവൻ ഇത് എവിടുന്ന് കയറി വന്നടാ? ചെല്ലപ്പനാശാരി കഴിഞ്ഞതോടുകൂടിയാണ് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊരു നടനുണ്ട് എന്ന് അറിയുന്നത്. നെടുമുടി വേണു
എന്തൊക്കെയാണ് ചെല്ലപ്പനാശാരിയുടെ പ്രത്യേകതകൾ ഞാൻ ഇപ്പോഴാലോചിക്കുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിൽ, കുട്ടനാട് എന്ന നെടുമുടി എന്ന ഗ്രാമത്തിൽ ഒരുപാട് നാടൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇവരെയൊക്കെ വളരെ അടുത്ത് കാണാനും തൊട്ടറിയാനും ഒക്കെ ഉള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെല്ലപ്പനാശാരി എന്ന് പറയുന്ന ഒരു നാടൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എനിക്ക് ഒട്ടും ആയാസം തോന്നിയില്ല. അതിന് മറ്റൊരു പ്രധാന കാരണമുള്ളത്, പത്മരാജൻ മുതുകുളത്തുകാരനാണ്. മുതുകുളത്തുകാരനായ പത്മരാജൻ, വടക്കാഞ്ചേരിക്കാരനായ സംവിധായകൻ ഭരതൻ, ഇവരൊക്കെ തന്നെ ഗ്രാമത്തോടും ഗ്രാമീണരോടും ഗ്രാമീണ കഥാപാത്രങ്ങളോടും പ്രത്യേക ആഭിമുഖ്യം പുറത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് എനിക്ക് വളരെ സുഖകരമായി തോന്നി. പരിവർത്തനത്തിന്റെ പാതവരെ IV ശശി പത്മരാജൻ കൂട്ടുകെട്ടായിരുന്നു അന്നത്തെ മറ്റൊരു വിജയ ഫോർമുല. 1977 ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. തുടർന്ന് വാടകയ്ക്കൊരു ഹൃദയം, കൈകേയി, കാണാമറയത്ത്, കരിമ്പിൻ പൂവിനക്കരെ തുടങ്ങിയ ചിത്രങ്ങളിൽ കൂടി അവർ ഒരുമിച്ചു. അവർക്കായി എഴുതിയ തിരക്കഥകളിൽ അദ്ദേഹം കലയും കച്ചവടവും സമമായി സമന്വയിപ്പിച്ചു. ആ തിരക്കഥകൾക്ക് ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിയുമെന്ന് തെളിഞ്ഞു. അതോടെ അദ്ദേഹം നിർമ്മാതാക്കളുടെ കണ്ണിലുണ്ണിയായി. ഒപ്പം മധ്യവർഗ സമൂഹത്തിലെ വലിയൊരു കൂട്ടം കാഴ്ചക്കാരെ കയ്യിലെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓമൽ പുലരിയണഞ്ഞോ 1978 N. ശങ്കരൻ നായർക്ക് വേണ്ടി പത്മരാജൻ സത്രത്തിൽ ഒരു രാത്രി എന്ന തിരക്കഥ രചിക്കുന്നത്. അതേ വർഷം തന്നെ KG ജോർജിനു വേണ്ടി രാപ്പാടികളുടെ ഗാഥ, സേതുമാധവനു വേണ്ടി നക്ഷത്രങ്ങളെ കാവൽ എന്നീ തിരക്കഥകളും പിറന്നു. ഭരതനു വേണ്ടി രതിനിർവേദവും IV ശശിക്കു വേണ്ടി വാടകയ്ക്കൊരു ഹൃദയവും ആ വർഷം തന്നെ ഒരുക്കി. ഒരേ വർഷം 5 സിനിമകൾക്ക് തിരക്കഥ രചിച്ച് അദ്ദേഹം ചലച്ചിത്ര ലോകത്തെ തൻ്റെ ജൈത്രയാത്ര തുടർന്നു. പത്മരാജന്റെ രാപ്പാടികളുടെ ഗാഥയ്ക്കായിരുന്നു ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ്. മോഹന നക്ഷത്ര വീതിയിലൂടെ മോഹം പാറി നടന്നു. തിരക്കഥയുടെ മർമ്മമറിഞ്ഞ എഴുത്തുകാരനായിരുന്നു പത്മരാജൻ. കാഴ്ചവട്ടങ്ങളെ കാണികളുടെ കണ്ണുകളിൽ കാവ്യാത്മകമായി കോരി നിറയ്ക്കുന്നതാവണം തിരക്കഥ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതേസമയം താൻ തിരക്കഥ എഴുതുന്ന ഓരോ സംവിധായകരുടെയും മനസ്സും മാനറിസവും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭരതന് വേണ്ടി എഴുതിയതുപോലെ അല്ല അദ്ദേഹം IV ശശിക്ക് വേണ്ടി എഴുതിയത്. അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മോഹന് വേണ്ടിയുള്ള രചന. KG ജോർജിനും N. ശങ്കരൻ നായർക്കും സേതുമാധവനും ജോഷിക്കും വേണ്ടി രചിച്ച തിരക്കഥകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. തിരക്കഥകളിൽ വൈവിധ്യം ഒരു ഷാഠ്യം പോലെ അദ്ദേഹം അനുഷ്ഠിച്ചു. സംവിധായകൻ എന്ന നിലയിലും അതുതന്നെയാണ് അദ്ദേഹം അനുവർത്തിച്ചത്. മലയാള സിനിമയിൽ പത്മരാജൻ വിജയിക്കുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്തതിൻ്റെ രഹസ്യവും മറ്റൊന്നല്ല. ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ദൃശ്യബിംബങ്ങൾ സിനിമ ഇമേജസിന്റെ ആണ്. അതുപടി വേറൊരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഒരാൾ കാണുന്ന സ്വപ്നം വേറൊരാൾ കാണാൻ കഴിയാത്ത പോലെ അല്ലെങ്കിൽ പാടില്ലാത്ത പോലെ. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തി തിരക്കഥ എഴുതുകയും വേറൊരു വ്യക്തിയെ സംവിധാനം ചെയ്യുകയും ചെയ്യുമ്പോൾ വ്യതിയാനങ്ങൾ ഉണ്ടായാൽ മതിയാവും. അത് നല്ലതിനോ ചീത്തയ്ക്കോ എന്നുള്ളത് പിന്നെ കാണികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ സ്വന്തം തിരക്കഥ സ്വയം എഴുതുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പരാതിയോട് അല്ലെങ്കിൽ ഒരു പരാതി പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. എഴുതിയ തിരക്കഥകളോട് നീതി പുലർത്താൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പാലിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയതിൽ പറ്റിയതായിരിക്കും, അല്ലാതെ പകർത്തിയതിൽ പറ്റിയതാവില്ല. രാമൻ, മണികുഞ്ചിന്റെ മോൻ രാമൻ. ഓ രാമൻ, എനിക്ക് മണിയാ, എന്റെ മണിയാ. 1979 പത്മരാജൻ സിനിമാ സംവിധാന രംഗത്തേക്ക് കടന്നുവരുന്നത്. ചിത്രം പെരുവഴി അമ്പലം. തല കിട്ടും എനിക്ക്. ഒത്തിരി നേരം നോക്കിക്കൊണ്ട് നിന്നാ എന്താ ഒത്തിരി ഇത്. അതിലൂടെ കലാമൂല്യമുള്ള സമാന്തര സിനിമകളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യണം? ശ്യാമ, ചീത്തപ്പേര് കേൾപ്പിക്കരുത്. അണ്ണാ, ശ്യാമ.
പത്മരാജന്റെ തിരക്കഥകളിൽ സംവിധായകനായ മോഹൻ 2 ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ വർഷമാണ് 1980. കൊച്ചു കൊച്ചു തെറ്റുകളും ശാലിനി എന്റെ കൂട്ടുകാരിയും. പത്മരാജന്റെ തന്നെ പാർവതിക്കുട്ടി എന്ന കഥയാണ് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ തിരക്കഥയായത്. വെക്കേഷന് വീട്ടിൽ പോയില്ലേ? ഇല്ല. പിന്നെ ഇവിടെ ലോഡ്ജിലിരുന്ന് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്തിരുന്ന് സമയം കളയുന്നു. ആ വർഷം തന്നെ ഭരതന്റെ ലോറിക്ക് വേണ്ടി മറ്റൊരു തകർപ്പൻ തിരക്കഥയൊരുക്കി അദ്ദേഹം തന്റെ പ്രകടന വീര്യം വീണ്ടും തെളിയിച്ചു. 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ടാണ് പത്മരാജൻ 1981 എന്ന വർഷം ആഘോഷമാക്കിയത്. കള്ളൻ പവിത്രനും ഒരിടത്തൊരു ഫയൽവാനും. നമുക്ക് ഒരു 2-3 പേർ കൂടി എഴുതാം. ഗ്രാമീണ മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് തികഞ്ഞ കൈയടക്കത്തോടെ ഈ ചിത്രങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ലക്ഷം വീടുകളിലൊന്നിൽ പവിത്രൻ എന്നൊരു കള്ളനും അവന്റെ കുടുംബവും പാർത്തിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം മോഷ്ടിച്ചാണ് അവന് കള്ളൻ പവിത്രൻ എന്ന പേര് കിട്ടിയത് തന്നെ. പത്മരാജൻ എന്ന സംവിധായകന്റെ ശക്തിയും സാന്നിധ്യവും കൃത്യമായി അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു ഒരിടത്തൊരു ഫയൽവാൻ. നമുക്ക് കിട്ടുന്നത് കണക്കൂട്ടി നോക്കുമ്പം ഒരു 100-800 രൂപ പോലും തികച്ചു കിട്ടുന്നില്ലല്ലോ ഫയൽവാന്. ഫയൽവാന്റെ റേറ്റ് ഒന്ന് കുറയ്ക്കണം. ഒരിടത്തൊരു ഫയൽവാൻ എന്ന സിനിമയിലെ നെടുമുടി വേണു, ശിവൻപിള്ള മേശ്ശേരി, അതും തനി നാടൻ സ്വഭാവമുള്ള കഥാപാത്രമാണ്. എന്നാലേ എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാനുള്ളത് കിട്ടൂ. നമുക്ക് 250 എന്നുള്ളത് 200 ആക്കാം. എന്താ? 27ാമത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നല്ല ചിത്രത്തിനും തിരക്കഥയ്ക്കുമുള്ള സ്വർണ്ണ കിരീടവും ആ സിനിമയ്ക്കായിരുന്നു. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലും പത്മരാജൻ എന്ന ചലച്ചിത്ര പ്രതിഭ ശ്രദ്ധേയനായി. അഡ്രസ്സൊക്കെ ഉണ്ടേ. മോളിലൊരു ശംഖ് വരയ്ക്ക്. പത്മരാജനെ ഒരു ജനപ്രിയ സിനിമാ സംവിധായകനായി മാറ്റിയ ചിത്രമായിരുന്നു നവംബറിന്റെ നഷ്ടം. 1982 ഇറങ്ങിയ ഈ ചിത്രത്തിലൂടെ മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകളിലേക്കാണ് അദ്ദേഹം ക്യാമറ തിരിച്ചത്. തുടർന്ന് പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രം മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റി. സംസ്ഥാന സർക്കാരിന്റെ കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രത്തിനുള്ള അംഗീകാരം അതുകൊണ്ടുതന്നെ ആ സിനിമയ്ക്കായിരുന്നു. മനുഷ്യ മനസ്സുകളെ ആർദ്രമാക്കുന്ന വിഷയങ്ങൾ സിനിമയിലെത്തിക്കാൻ പത്മരാജൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിന്റെ അനാഥത്വം ശരണാലയത്തിലെത്തിക്കുന്ന ഒരമ്മയുടെ കഥയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ. എന്നാലിനി നിങ്ങൾ പൊയ്ക്കോ. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് പോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കാൻ എനിക്ക് സങ്കടമുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹപരിചരണങ്ങൾ കിട്ടാതായി പോകുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതെങ്ങനെ എന്ന ശക്തമായ പ്രമേയമാണ് ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം കൈകാര്യം ചെയ്തത്. ആ കുട്ടിയുടെ പേരൻസ് മൗറീഷ്യസിലാ, നിമ്മയുടെ ഗൾഫിലാ. സോ ഫാർ സോ ഗുഡ്. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി പോരു കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മതകര സുരതില മധുവിതിലൊഴുകുക നീ വാസന്ത കേളി. ഒരൊഴിവുകാലത്ത് വന്ന് തനിക്കൊപ്പം ആഹ്ലാദം പങ്കിട്ട കൊച്ചുമകനെ കടലിൽ നഷ്ടപ്പെടുന്ന മുത്തച്ഛന്റെ ഹൃദയം പൊട്ടുന്ന നിലവിളിയുടെ മാറ്റൊലിയാണ് മൂന്നാം പക്കം. എന്താ മണല്? കടപ്പുറത്ത് പോയായിരുന്നു? ലോപ്പസ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ. വിങ്ങുന്ന മനസ്സുമായല്ലാതെ ആ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാനാകില്ല.
സ്വന്തം കഥയുടെ സിനിമാവിഷ്കാരമായിരുന്നു അപരൻ എന്ന ചിത്രം. ജോർജെ, ഞാൻ ഏതായാലും ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നില്ല, പോയിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ. അപരൻ എന്ന ചിത്രത്തിലൂടെയാണ് ജയറാം എന്ന നടൻ ചലച്ചിത്ര രംഗത്ത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ആള് മാറിയിരിക്കുകയാണ്. ഞാനിതുവരെ ജീവിതത്തിൽ താടി വളർത്തിയിട്ടില്ല. നിങ്ങളുമായിട്ട് എനിക്കൊരു പരിചയമില്ല. നിങ്ങൾക്ക് ആള് മാറിയതാ. ഏതു പ്രമേയവും വഴങ്ങുന്ന കൃതഹസ്തതയാണ് പത്മരാജന്റെ പ്രത്യേകത. അവയെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും വിധം സൂക്ഷ്മതയോടെ മാറ്റിമറിച്ച് സിനിമകൾ ചെയ്യാൻ അദ്ദേഹം അസാധാരണ മിടുക്കുകാട്ടി. കുറ്റാന്വേഷണ കഥയിലെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അറിയണോ? കരിയിലക്കാറ്റുപോലെ എന്ന ചിത്രം കണ്ടാൽ മതി. ജോഷിക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് എന്ന ചിത്രവും അതിനു പറ്റും. ഒരു നല്ല ത്രില്ലർ സിനിമ വേണോ? സീസൺ ആ ഗണത്തിൽപ്പെടും. ഒരു റൊമാൻറ്റിക് ചിത്രം കാണണോ? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ അല്ലെങ്കിൽ ഇന്നലെ എന്നീ ചിത്രങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. മലയാള സിനിമയിൽ കാലാതിവർത്തിയായി നിൽക്കുന്ന അതിമനോഹരമായ ഒരു പ്രണയകാവ്യമാണ് പത്മരാജന്റെ തൂവാനത്തുമ്പികൾ. ഇനി ഒരു ഫാന്റസി സിനിമ കാണണോ? ഞാൻ ഗന്ധർവൻ അതിന് അനുയോജ്യമാണ്. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ പ്രമേയ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. സ്വയം എഴുതിയ തിരക്കഥകളുടെ ബലത്തിൽ മാത്രമേ പത്മരാജൻ സിനിമകൾ സംവിധാനം ചെയ്തിരുന്നുള്ളൂ. നല്ല തിരക്കഥയിൽ നിന്നേ നല്ല സിനിമ പിറക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതേസമയം മറ്റു പല എഴുത്തുകാരുടെയും പ്രശസ്ത കഥകൾ അദ്ദേഹം തിരക്കഥയാക്കി സംവിധാനം ചെയ്തിട്ടുമുണ്ട്. കൂടെവിടെ അത്തരമൊരു ചിത്രമായിരുന്നു. തമിഴ് എഴുത്തുകാരി വാസന്തിയുടെ ഇല്ലിക്കാടുകൾ പൂക്കുമ്പോൾ എന്ന നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു അത്. അവരുടെ പുനർജന്മം എന്ന കൃതിയാണ് ഇന്നലെ എന്ന സിനിമയ്ക്ക് ആധാരം. സജിനി പവിത്രന്റെ പ്രസിദ്ധമായ റേഡിയോ നാടകമാണ് പത്മരാജൻ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പേരിൽ സിനിമയാക്കിയത്. സുധാകർ മംഗളോദയത്തിന്റെ ഒരു കഥയെ ഉപജീവിച്ചതാണ് കരിയിലക്കാറ്റുപോലെ എന്ന ചിത്രം. കെ സുധാകരൻ എഴുതിയ നോവലാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയായി മാറിയത്. സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. കുറേ കാലം ആകാശവാണിയിലൂടെ മുഴങ്ങിക്കേട്ട ആ ഘനഗംഭീര ശബ്ദം. സ്വന്തം ശരീരത്തിൽ നിന്ന് ഗന്ധർവം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല ദിവ്യമായ കങ്കണം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് നീ ചെയ്ത പുതിയ പാപം. പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വായനയിൽ അത് സമ്മാനിച്ചിട്ട് പോയ പൊള്ളലിന്റെ നീറ്റൽ ഒരു കാലത്തും നിന്നിൽ നിന്ന് വിട്ടുമാറില്ല. ഗന്ധർവൻ അതെനിക്ക് ആവശ്യമില്ല. ശാപത്തിന്റെ ആ പൊള്ളയുന്ന പാമ്പുമണി നടക്കുന്നതിനേക്കാൾ എനിക്ക് ശാന്തി ഈ പൊള്ളിയ കൈയുമായി നടക്കുന്നു. ഇത് രാത്രിയുടെ 17ാമത്തെ കാറ്റ്. ഉയരങ്ങളുടെ കൊടുമുടി കീഴടക്കി ചലച്ചിത്രരംഗത്ത് നിറസാന്നിധ്യമായി മാറാൻ പത്മരാജന് 16 വർഷമേ വേണ്ടി വന്നുള്ളൂ. ആ ഉയർച്ചയിലും പക്ഷേ തനിക്കൊപ്പം നിഴലുപോലെ മരണമുണ്ടെന്ന ഭീതി അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി. അവിചാരിത മരണങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തുടർക്കഥ പോലെ സംഭവിച്ചിരുന്നു. അടുത്ത ഇര താനാണോ എന്ന് അദ്ദേഹം സദാ സന്ദേഹിച്ചു. 1991 ജനുവരി 23 എല്ലാ ആഗ്രഹങ്ങളും ബാക്കി വെച്ച് ജീവിച്ചു കൊതി തീരാതെ ആ ഗന്ധർവൻ ഈ ഭൂമിയിൽ നിന്നും യാത്രയായി. തൻ്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവനിൽ ആ മരണം മുൻകൂട്ടി കണ്ടിട്ടെന്ന പോലെ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു. നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകും. ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത യാത്ര. നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകും. ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാവും.
രാത്രിയുടെ 17ാമത്തെ കാറ്റ്. പി പത്മരാജന്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകും. രചന മിനീഷ് മുഴപ്പിലങ്ങാട്. ആഖ്യാനം വിനീത സിംഹ. നിർവഹണം KV ശരത്ചന്ദ്രൻ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.